This cake comes from the epicenter of Syro Malabar Catholic heritage in Kerala, that is Pala. അപ്പോൾ കൊടുങ്ങല്ലൂർ വരെ ചോദിക്കും ഞങ്ങളാരാ? കൊടുങ്ങല്ലൂരും അങ്ങനെ തന്നെയാണ്. പാല എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഒരു പഞ്ചി ലൈനായിട്ട് പറഞ്ഞതാണ്. എന്തായാലും ക്രിസ്മസും ഈ ഒരു പ്ലം കേക്കും ഭയങ്കര റിലേറ്റഡ് ആണ് പണ്ട് കാലം മുതലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്ത്യൻ ഒറിജിനിലുള്ള പ്ലം കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പ്ലം കേക്കാണ് എനിക്കിപ്പോൾ കിട്ടിയത്. പോൾസൺ ബേക്കറിയുടെ റം ആൻഡ് റൈസിൻ AKA ഓൾഡ് റം കേക്കാണ് ഞാൻ ബിൽഡപ്പ് കൊടുത്ത കേക്ക്. കേക്കിൻ്റെ കാർട്ടൺ തന്നെ ഒരു റം ബോട്ടിലിൻ്റെ കാർട്ടൺ പോലെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. കേക്ക് തിന്നാൻ അത്യാവശ്യം കൊതി ഉണ്ടായിരുന്നതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേക്ക് നല്ല സോഫ്റ്റാണ്. ഇഷ്ടംപോലെ റൈസിൻസും കേക്കിലുണ്ട്. ഒരു പ്രീമിയം പ്ലം കേക്കിൻ്റെ ലുക്ക് എന്തായാലും ഉണ്ട്. ഇനി ടേസ്റ്റിൽ പ്രീമിയം ആണോ എന്ന് നോക്കാം. പ്ലം കേക്ക് നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല റിച്ച് ഫ്ലേവറുള്ള പ്ലം കേക്കാണെന്ന് തന്നെ പറയണം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ മോയിസ്റ്റുമാണ്. കയ്യിലിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഒരു പ്ലം കേക്ക്. വായിലേക്ക് വെക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റൈസിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ്. റൈസിന് അത്യാവശ്യം നല്ല റമ്മിൻ്റെ ആ ഒരു ഫ്ലേവറും ഉണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ റമ്മ് കാണിക്കുന്നില്ല. റൈസിൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇൻഗ്രീഡിയൻസിൽ റമ്മ് കാണിക്കാത്തത്. എന്തായാലും റമ്മിൻ്റെ ആ ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പ്ലം കേക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്പർ യൂനോയിൽ വരുന്നത്.